ഇറോം ശർമിളയ്ക്ക് വോട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിക്കുക. ഇറോം ശർമിളയെ ജയിലിലടച്ചത് ദേശവിരുദ്ധ പ്രവർത്തനത്തിനല്ല, ആത്മഹത്യ നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ്. മണിപ്പൂരിലെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് 1958 എന്ന കരിനിയമം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് 2000 ആണ്ട് നവംബർ 4 മുതൽ ഇറോം ശർമിള നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. 14 വർഷങ്ങൾ. മണിപ്പൂരിലെ തടവറകളിൽ തടവിലാക്കപ്പെട്ട 1000-ലധികം പേരിൽ വെറും 17 പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അവസരം നൽകപ്പെട്ടത്. ചീനയും ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള അന്നത്തെ പാകിസ്ഥാനും മറ്റും ഒത്തുചേർന്നുള്ള നീക്കത്തിലൂടെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വേർപെട്ടു പോകുമെന്നുള്ള ഭയം ഇന്ത്യൻ ഭരണാധികാരികൾ എക്കാലവും വച്ചുപുലർത്തിപ്പോന്നിരുന്നു. മ്യാൻമറിലെയും ബംഗ്ലാദേശിലെയും ചീനയിലെയും ഒക്കെ കുത്തിത്തിരിപ്പുകാർ നോർത്ത് ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇന്ത്യൻ ഭരണകർത്താക്കൾ ഭയപ്പെടുന്നു. 1970-കളിൽ ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വിഘടിപ്പിച്ച് പ്രത്യേക രാജ്യങ്ങളാക്കുക എന്ന ഉദ്ദേശത്തോടെ ഓപ്പറേഷൻ ബ്രഹ്മപുത്ര എന്ന CIA പ്രൊജക്റ്റ് ഇവിടേക്ക് പണമൊഴുക്കുകയും വിഘടനവാദ സംഘടനകളെ വളർത്താൻ സഹായിക്കുകയും ചെയ്തു. അത്തരം പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഈ ലക്ഷ്യത്തോടെ തന്നെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളല്ല, ചെറിയ സംസ്ഥാനങ്ങളാണ് ഇന്ത്യക്കാവശ്യം എന്ന വാദവുമായി BJP മുന്നോട്ട് വന്നത്. നിരവധി ചെറിയ ചെറിയ വംശീയ ഗോത്രവർഗ വിഭാഗങ്ങൾ നോർത്ത് ഈസ്റ്റിൽ തമ്മിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ദശകങ്ങളായുള്ള പിന്നോക്കാവസ്ഥ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു. തൽഫലമായി തീവ്രവാദവും വിഘടനവാദവും ഇവിടെ ശക്തമാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളെയെല്ലാം കാരൻ നിയമങ്ങൾ കൊണ്ടും പട്ടാളവാഴ്ച കൊണ്ടും അടിച്ചമർത്തുന്നതിനാണ് ഇന്ത്യൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. ഈ കിരാതനയം ജനങ്ങളെയൊന്നാകെ ഇന്ത്യക്കെതിരാക്കാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. തീവ്രവാദത്തെ എങ്ങനെ ചെറുക്കാമെന്ന് ത്രിപുര കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഗോത്രവർഗക്കാരുടെ ഇടയിലുള്ള പട്ടിണിയും പിന്നോക്കാവസ്ഥയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലൂടെ തന്നാട്ടുകാരെ അണിനിരത്തിക്കൊണ്ട് ജനാധിപത്യ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. തീവ്രവാദത്തെ എങ്ങനെ രൂക്ഷമാക്കാമെന്ന് കാണിച്ചു തന്നത് ബുദ്ധദേവ് ഭട്ടാചാർജിയുടെ ഭരണമാണ്. കേന്ദ്ര അർദ്ധസൈന്യത്തെ കയറൂരി വിട്ടുകൊണ്ട് ആദിവാസികളെ അടിച്ചമർത്താൻ ശ്രമിച്ചതുവഴി
പശ്ചിമ ബംഗാളിലെ തീവ്രവാദ പ്രസ്ഥാനത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ബുദ്ധദേവ് ചെയ്തത്. ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ പട്ടാളത്തെ കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് അവിടെ പ്രശ്നപരിഹാരം സാധ്യമല്ല. കരിനിയമങ്ങൾ പിൻവലിക്കുക, ജനാധിപത്യാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, ദാരിദ്ര്യം പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇറോം ശർമിളക്കെതിരായ മനുഷ്യാവകാശ ധ്വംസനം അവസാനിപ്പിക്കുക, CIA വിഘടനവാദ കുത്തിത്തിരിപ്പുകളെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുക, തീവ്രവാദ വിഘടനവാദ രാഷ്ട്രീയത്തെയും പട്ടാള കരിനിയമങ്ങളെയും ഒരേപോലെ എതിർക്കുക. ഇന്ത്യ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വലതുപക്ഷ വ്യതിയാനങ്ങൾക്കെതിരെ തിരുത്തൽ ശക്തിയായി ഉയർന്ന യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയവും വർഗരാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കുക. ഈ വീഡിയോ ദയവ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. പോരടിക്കുന്ന ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.